അപ്പോൾ എല്ലാവർക്കും AK വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇല മുറിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണെന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇലയുടെ ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മയാണ് നോർമൽ അപ്പോൾ മസാല ഇലയിടക്ക് ഇതാ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ സവാള വഴറ്റാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടി അവൾ തന്നെയാണ് ഇടുന്നത് കേട്ടോ, അവളെ ഇഷ്ടത്തിനാക്കുന്നതാണ്. അപ്പോൾ എന്നോട് വെല്ലുവിളിച്ചിട്ടാക്കുന്നതാണ്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറേ മല്ലിപ്പൊടിയെല്ലാം ഇട്ടിട്ടുണ്ട് അളവ് നോക്കാണ്ട്. പിന്നെ കുരുമുളക് പൊടി ഇടണം എന്ന് പറഞ്ഞിട്ട് കുരുമുളക് പൊടി എത്രയാണ് ഇട്ടതെന്നൊന്നും അറിയില്ല. നല്ല കളർ വരുന്നത് വരെ ഉള്ളു കുരുമുളക് പൊടി ഇട്ടു. അത് നിങ്ങൾക്ക് ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും ആ ഇലയുടെ അവസ്ഥ. പിന്നെ എന്നിട്ട് അരിപ്പൊടിയിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് ഉരുട്ടി ഓളെ ഇഷ്ടത്തിന് പരത്താന്നെല്ലാം പറഞ്ഞിട്ട് അത് പരത്തി കൊളാക്കി. ലാസ്റ്റ് കിച്ചും കൂടി ട്രൈ ചെയ്ത് നോക്കി. കിച്ചു പിന്നെയും വൃത്തിയിൽ പരത്തി എടുത്തിട്ടുണ്ട്. ശേഷം ഞാൻ തന്നെ പരത്തി സെറ്റാക്കി. അപ്പോൾ അതിനിടയിൽ എന്തെല്ലോ കോമഡിയെല്ലാം പറയുന്നുണ്ട്, കോമഡി കളിക്കുന്നുണ്ട്. ആദ്യം പരത്തിയ ഇലയുടെ അവസ്ഥ ഉണ്ടോ? ഇത് ആദ്യം പരത്തിയത്, ഇത് ഞാൻ പരത്തിയത്. അപ്പോൾ ഇതിലേതാ നല്ലതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അമ്മ പരത്തിയതാണ് ഇത് എന്നുള്ളതാണ് കിച്ചു പറയുന്നത്. അപ്പോൾ ആദ്യം വലിയ എല്ലാം അറിയുന്ന ആളെ പോലെ തന്നെ മസാലയെല്ലാം ഓള് ഫില്ല് ചെയ്യുന്നുണ്ട്. നമ്മളൊന്നിനും വിടുന്നൊന്നുമില്ല, ഓളെന്നെ ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഇലയുടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ. ഞാൻ പൊതുവേ ഗോതമ്പ് മാവിലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇവർക്കിത് അരിപ്പൊടിയിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി ബാലൻസ് വന്ന മാവ് ഇതാക്കാൻ ഇലയുണ്ടായിട്ടില്ല. അപ്പോൾ അത് 2 കൊഴുക്കട്ട ആക്കിയിട്ട് വെച്ചു. അപ്പോൾ ഇതാ നമ്മളെ ഇലയുടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് തേങ്ങയും ശർക്കര ഇട്ട ഇലയുടെയാണ്. അപ്പോൾ ഇതാ നമ്മളെ ഇലയുടെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. അത് വേഗം കഴിക്കാൻ ഇങ്ങനെ മുറിച്ചെടുത്താൽ ചൂട് കുറയുമല്ലോ. അപ്പോൾ ആദ്യം കഴിച്ചു നോക്കി. അപ്പോൾ സൂപ്പറാണെന്നെല്ലാം പറഞ്ഞ്. പിന്നെ ഓളുണ്ടാക്കിയ മസാല ഇലയുടെയാണ്. ഇതിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും കാണുമ്പോൾ. അപ്പോൾ ചൂടായതുകൊണ്ട് അവിടെ മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, പിന്നെ മറ്റേ ഇലയുടെ എടുത്തിട്ട് കിച്ചുവിന് ടേസ്റ്റ് നോക്കാൻ കൊടുത്തപ്പോൾ കിച്ചുവിന് ഇഷ്ടമായി എന്ന് പറഞ്ഞു. കിച്ചുവിന് പൊതുവേ ഭക്ഷണത്തിനോടൊന്നും അത്ര വലിയ തൃപ്തിയല്ല. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഫുഡിനോടാണ് താല്പര്യം. അതിനിടയ്ക്ക് കിച്ചു മറ്റേ ഫ്രിഡ്ജിൻ്റെ കാർഡ്ബോർഡ് എടുത്തിട്ട് ഓളൊരു ടെൻറ്റ് പോലെ ആക്കിയിട്ട് അതിനുള്ളിൽ കൂടിയിട്ടുണ്ടായിന്. എന്നിട്ട് പിന്നെ ഇതാ നമ്മളെ മസാല ഇലയുടെ എൻ്റെ അവസ്ഥ ഇതാ. നമുക്കൊന്നും തരൂല ആക്കിയത്. 3 ഓളെന്നെ പാവ അതിൻ്റെ മൂക്കുന്നല്ലോ എഴുതുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.